ഹായ് മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 5ാമത്തെ യൂണിറ്റ് ആണ് അല്ലെ. നമ്മുടെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ ലാസ്റ്റ് യൂണിറ്റിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. നോക്കാം നമ്മുടെ ലാസ്റ്റ് യൂണിറ്റ് എന്താണെന്ന് നോക്കാം. ഷെയർ ആൻഡ് കെയർ അല്ലെ. എന്തോ ഷെയറിങ്ങും കെയറിങ്ങും ഒക്കെ പറയുന്നുണ്ട് അല്ലെ. ഈ വേർഡ് നിങ്ങൾ സ്കൂളിലൊക്കെ യൂസ് ചെയ്യാറില്ലേ മക്കളെ? നിങ്ങൾ ഫ്രണ്ട്സ് ഒക്കെ തമ്മിൽ ഷെയറിങ്ങും കെയറിങ്ങും ഒക്കെ വേണമെന്ന് നമ്മുടെ ടീച്ചേഴ്സ് നമ്മളോട് പറയാറുണ്ട് അല്ലെ. നമുക്കിടയിൽ ഏറ്റവും കൂടുതൽ വേണ്ടതും അത് തന്നെയാണ് അല്ലെ. പരസ്പരമുള്ള ഷെയറിങ്ങും അതേപോലെ കെയറിങ്ങും ഒക്കെ. അങ്ങനെയാണെങ്കിൽ ഇതെവിടോ ഒരു സ്കൂളായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഇത് നിങ്ങളുടെ സ്കൂളല്ല കേട്ടോ. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്കൂളിലോട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത്. വെറും ഒരു സ്കൂളോ നിങ്ങൾ പഠിക്കുന്ന ഒരു സ്കൂളൊന്നുമല്ല. ഇവിടെ പഠിപ്പിക്കുന്നത് അനുകമ്പയും സിമ്പതിയും അതേപോലെ മനുഷ്യത്വവും അതുപോലെ ചിന്താശേഷിയും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. ദയ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു സ്കൂളാണ്. അപ്പൊ എന്തോ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ളതാണ് അല്ലെ. അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള സ്കൂളിലോട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. നോക്കാം. ഷെയർ ആൻഡ് കെയർ ഈ ഒരു യൂണിറ്റിൽ നമുക്ക് വരുന്നത് 2 പ്രോസ് ആണ് കേട്ടോ. ദ സ്കൂൾ ഫോർ സിമ്പതി എന്ന് പറയുന്ന E.V. ലുക്കാസിന്റെ ഒരു ചാപ്റ്ററും അതുപോലെ ദ മർച്ചന്റ് ഓഫ് വെനീസ് എന്ന് പറയുന്ന വില്യം ഷേക്സ്പിയറുടെ ഒരു നോവലിന്റെ ഒരു പാർട്ടുമാണ് കേട്ടോ. ദെൻ പോംസ് ആണ്. നോവലിന്റെ പാർട്ടല്ല, നോവൽ കംപ്ലീറ്റ് ഷോർട്ട് ആയിട്ട് വരുന്നുണ്ട്. ദെൻ പോംസ് ആണ്. 2 പോം വരുന്നുണ്ട്, 2 കവിതകൾ. മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്ന് പറയുന്ന നമ്മുടെ കമലാദാസിന്റെ മനോഹരമായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു കവിതയും സോളിറ്റ്യൂഡ് എന്ന് പറയുന്ന എലാ വീലർ വിൽസോക്സിന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള 2 കവിതയുമാണ് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് കവർ ചെയ്യാനുള്ളത്. നോക്കാം. ഫസ്റ്റ് വൺ, ദ സ്കൂൾ ഫോർ സിമ്പതി. ഞാൻ പറഞ്ഞില്ലേ, സിമ്പതിയുടെ, അനുകമ്പയുടെ, സഹതാപത്തിന്റെയൊക്കെ ഒരു സ്കൂളിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. എഡ്വാർഡ് വെറൽ ലൂക്കാസ് അല്ലെ. ലൂക്കാസിന്റെ ആണ് കേട്ടോ. W.V. ലുക്കാസ് എന്ന് ഷോർട്ടായിട്ട് യൂസ് ചെയ്താൽ മതി. ഓക്കെ. എഡ്വാർഡ് വെറൽ ലൂക്കാസ് വാസ് എ ഫേമസ് ഇംഗ്ലീഷ് ഹ്യൂമറിസ്റ്റ്, an essayist, playwright, biographer, publisher, poet, novelist, short story writer, editor. എന്തായാലും ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലെ, ഒന്നുമില്ല. എല്ലാ മേഖലയിലും കയറി അങ്ങ് നിറന്നു കിടക്കുകയാണ് അല്ലെ. ഇദ്ദേഹം അപ്പൊ ഒരു സകലകലാ വല്ലഭനാണെന്ന് പറയാം അല്ലെ. എല്ലാതും ഉണ്ട്. ബയോഗ്രാഫർ ആണ്, ഹ്യൂമറിസ്റ്റ് ആണ്, എസ്സേയിസ്റ്റ് ആണ്, പ്ലേ റൈറ്റർ ആണ്, പബ്ലിഷർ ആണ്, പോയറ്റും ആണ്, നോവൽ എഴുതുന്നുണ്ട്, ഷോർട്ട് സ്റ്റോറി എഴുതുന്നുണ്ട്, അതിനെല്ലാം പുറമെ ഒരു എഡിറ്ററുമാണ് അല്ലെ. ഒരുപാട് മേഖലയിൽ കൈവച്ചിട്ടുള്ള വ്യക്തിയാണ് കേട്ടോ. ബോൺ ഇൻ ലണ്ടൻ, ലൂക്കാസ് ബിഗൻ ടു വർക്ക് ആസ് എൻ അപ്രന്റീസ് ടു ദ ബുക്ക് സെല്ലർ അറ്റ് ദ ഏജ് ഓഫ് 16 അല്ലെ. 18ാമത്തെ വയസ്സിൽ ഒരു ബുക്ക് വിൽക്കുന്ന ബുക്ക് സെല്ലറുടെ കൂടെ സഹായിയായിട്ട് നിന്ന് തുടങ്ങുകയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. ഹി വാസ് എ പ്രൊലിഫിക് റൈറ്റർ അല്ലെ. വിശാലമായിട്ടുള്ള ഏത് മേഖലയെ കുറിച്ചും എഴുതാൻ കഴിയുന്ന റൈറ്റർ എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. മോസ്റ്റ് സെലിബ്രേറ്റഡ് ഫോർ ഹിസ് ഷോർട്ട് സ്റ്റോറീസ്. അദ്ദേഹത്തിന് വളരെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് ഷോർട്ട് സ്റ്റോറീസ് ഉണ്ട്. ബട്ട് ഹി വാസ് ഓൾസോ പ്രൊഡ്യൂസ്ഡ് വേഴ്സസ്, നോവൽസ് ആൻഡ് പ്ലേസ് അല്ലെ. അദ്ദേഹം ഒരുപാട് ഫേമസ് ആയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഷോർട്ട് ആയിട്ടുള്ള എസ്സേയിലൂടെ ആണെങ്കിൽ പോലും അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള വേഴ്സസ്, നോവൽസ്, പോംസ്, നോവലുകൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ നാടകങ്ങളും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? എഴുതിയിട്ടുണ്ട്. ക്ലിയർ? അദ്ദേഹത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ, അദ്ദേഹം ഏതൊക്കെ മേഖലകളിലാണ് അദ്ദേഹം ലൈഫ് സ്റ്റാർട്ട് ചെയ്തത് ഒരു വർക്കറായിട്ടാണ്. പിന്നെ അദ്ദേഹം ഷോർട്ട് സ്റ്റോറിയും അതിന്റെ കൂടെ വേഴ്സസ്, നോവൽസ്, പ്ലേസ് ഒക്കെ എഴുതിയിട്ടുണ്ടെന്ന് പറയുന്ന നമുക്ക് അത്രത്തോളം ഒരു റൈറ്ററെ കുറിച്ച് നമുക്ക് അത്രത്തോളം അറിയേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ദെൻ ദ സ്കൂൾ ഫോർ സിമ്പതി നമുക്ക് നോക്കാം. ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പോലെ നോക്കാം. ദ സ്കൂൾസ് ആർ ദ സെന്റർ ഓഫ് ലേണിംഗ് വെർ വി അക്യൂർ ദ നോളജ് ആൻഡ് ഷെയർ അവർ എക്സ്പീരിയൻസ്. ശരിയല്ലേ മക്കളെ? എന്താണ്? അറിവിന്റെ ഒരു പഠന കേന്ദ്രമാണ് എന്ന് പറയുന്നത് സ്കൂൾസ് എന്ന് പറയുന്നത് അല്ലെ. സെന്റർ ഓഫ് ലേണിംഗ്, ലേണിംഗ് എന്ന് പറഞ്ഞാൽ പഠനം അല്ലെ. പഠന കേന്ദ്രമാണ് സ്കൂൾ എന്ന് പറയുന്നത്. അവിടെ വെച്ചിട്ട് നമ്മൾ എന്തെല്ലാം അക്യൂർ ചെയ്യുന്നുണ്ട്? അക്യൂർ മീൻസ് നമ്മൾ ഹാർഡ് വർക്കിലൂടെയൊക്കെ നേടിയെടുക്കുക, പ്രയത്നം കൊണ്ട് നേടിയെടുക്കുന്നതിനാണ് നമ്മൾ അക്യൂർ എന്ന് പറയുന്നത് കേട്ടോ. അക്യൂർ ദ നോളജ് അല്ലെ. അറിവ് അവിടെ നിന്ന് നേടിയെടുക്കുന്നുണ്ട്. ആൻഡ് ഷെയർ അവർ എക്സ്പീരിയൻസ്. അത് മാത്രമാണോ? അല്ല, അവിടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും അല്ലെ. ഒരുപാട് അനുഭവം നമുക്ക് ഉണ്ടാവുകയും അത് നമ്മൾ എന്ത് ചെയ്യും? ഷെയർ എക്സ്പീരിയൻസ് നടക്കുന്നുണ്ട് അല്ലെ. പരസ്പരമുള്ള ഒരു എക്സ്പീരിയൻസ് ഷെയറിങ്ങും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ വെച്ചിട്ട് നടക്കുന്നുണ്ട്. Let's visit a school and find out how students learn and share their experience. അങ്ങനെയുള്ള ഒരു സ്കൂളിലോട്ട് നമുക്ക് പോവാം. അവിടെ നമുക്ക് എന്ത് നോക്കാം മക്കളെ? എങ്ങനെയാണ് കുട്ടികൾ അറിവ് നേടുന്നതും എങ്ങനെയാണ് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതെന്നും നമുക്ക് നോക്കാം. ഓക്കെ. ദെൻ ഫസ്റ്റ് പാരഗ്രാഫ്.
I had heard a lot about Miss Bean's schools, but I did not get the chance to visit it till last week. അല്ലെ, ഞാൻ ഇതിനും ഒരുപാട് തവണ പണ്ടേ ഞാൻ ഒരുപാട് ആരെ കുറിച്ച് കേട്ടിട്ടുണ്ട്, മിസ് ബീൻസിന്റെ സ്കൂൾ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ I did not get the chance to visit it till the last week. ഈ ലാസ്റ്റ് വീക്ക് വരെ, ഓക്കെ, ലാസ്റ്റ് വീക്ക് വരുമ്പോ കഴിഞ്ഞ ശനിയാഴ്ച, ഓക്കെ, ഈ ലാസ്റ്റ് വീക്ക് വരെ എനിക്ക് എന്ത് ചെയ്തിട്ടില്ലായിരുന്നു, അവിടെ വിസിറ്റ് ചെയ്യാൻ ഒരു അവസരം കിട്ടിയിട്ടില്ലായിരുന്നു. ഓക്കെ, അപ്പൊ ലാസ്റ്റ് വീക്കിന് ശേഷം അപ്പൊ ഒരു അവസരം കിട്ടിയേക്കാണ്, അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പൊ ലാസ്റ്റ് വീക്ക് വരെ എനിക്ക് അവിടെ വിസിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്, മിസ് ബീമിന്റെ സ്കൂളിനെ കുറിച്ച്, ഒരുപാട് സ്കൂളിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഓക്കെ, when I arrived at the school, I saw a girl of about 12 with her eyes covered with a bandage being led carefully between a flower buds by a little boy of 8. നോക്കാം, when I arrived at the school, ഞാൻ സ്കൂളിലോട്ട് കയറി എത്തിയപ്പോൾ, അവിടെ പ്രവേശിച്ചപ്പോൾ, I saw a girl about the 12 with her eyes covered with a bandage. ഞാനൊരു പെൺകുട്ടിയെ കണ്ടു, ഏകദേശം ഒരു 12 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ. അവൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവളുടെ കണ്ണുകൾ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു, ബാൻഡേജ് ഉപയോഗിച്ച് അവളുടെ കണ്ണുകൾ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ബീങ് ലെഡ് കെയർഫുള്ളി, അവൾ ആരാണ് വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് നയിക്കുന്നത്, ബിറ്റ്വീൻ ദ ഫ്ലവർ ബേർഡ്സ്, ആ ഒരു പൂന്തോട്ടം, അങ്ങനെ രണ്ട് സൈഡിൽ ഇങ്ങനെ പൂക്കൾ ഉണ്ടാവില്ല, അങ്ങനെ പൂക്കൾ വെച്ചിട്ടുള്ള ഒരു പൂത്തടം അല്ലെങ്കിൽ പൂന്തോട്ടം എന്നൊക്കെ പറയാം അല്ലെ, പൂക്കൾ ഇങ്ങനെ വരിവരിക്ക് നിൽക്കുന്ന പൂത്തടം. അതിലൂടെ ലിറ്റിൽ ബോയ് 8 വയസ്സുള്ള ഒരു ആൺകുട്ടി വളരെ ശ്രദ്ധയോടെ അവളുടെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ നയിച്ചു കൊണ്ടുപോകുന്ന കാഴ്ചയാണ് അദ്ദേഹം ആദ്യം ആ ഒരു സ്കൂളിലോട്ട് കയറിയപ്പോൾ കാണുന്നത്. She stopped and asked who it was that had come in. And അവിടെ എത്തിയപ്പോ അവൾ എന്ത് ചെയ്തു, അവളൊന്ന് നിന്നിട്ട് ചോദിക്കാണ് അത് ആരാണ് വന്നതെന്ന് അന്വേഷിച്ചു. And he seemed to be describe me to her. അവൻ എന്നെ കുറിച്ച് വിശദീകരിച്ച് കൊടുത്തത്, അവൻ എന്നെ കുറിച്ച് പറഞ്ഞു കൊടുത്തതായിട്ട് ഞാൻ കണ്ടു. Then they passed on. എന്നിട്ട് അവര് അതിലൂടെ അങ്ങോട്ട് കടന്നുപോയി. ജസ്റ്റ് അവിടെ എത്തിയപ്പോ നിന്നിട്ട് ആരാന്ന് ആ പെൺകുട്ടി ചോദിച്ചപ്പോ അദ്ദേഹം എന്നെ കുറിച്ച്, ആൺകുട്ടി എന്നെ കുറിച്ച് എന്തോ പറഞ്ഞു കൊടുത്തു, എന്നിട്ട് അവരങ്ങോട്ട് കടന്നുപോയി. ക്ലിയർ? Miss Bean was all that I had expected, middle aged. അല്ലെ, ഇനി മിസ് ബീൻ വരിക കേട്ടോ. മിസ് ബീൻ അദ്ദേഹം പ്രതീക്ഷിച്ച പോലെ തന്നെയാണ്. എങ്ങനെ, അദ്ദേഹത്തിന്റെ ഒരു പിക്ചറൈസ് കിട്ടി കാണുമല്ലോ അല്ലെ, അദ്ദേഹം പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് ആള്. ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ട്, ഒരു മധ്യവയസ്കയായിട്ടുള്ള സ്ത്രീയാണ്. ആൻഡ് ഓതോറിറ്റേറ്റീവ് ആണ്. എന്ത് ഈ ഓതോറിറ്റേറ്റീവ് എന്ന് പറഞ്ഞാല്, അത് പറഞ്ഞാല് നമ്മുടെ എന്താ പറയാ, ഭരിക്കാൻ കഴിയുന്ന വ്യക്തി ഉണ്ടല്ലോ, ഐ മീൻ ഒരു വലിയ സ്ഥാപനമൊക്കെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ കഴിവുള്ള വ്യക്തി, അതാണ് ഈ ഉദ്ദേശിച്ചത് കേട്ടോ. ദെൻ കൈൻഡ്, ദയാലുവാണ്. ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ആണ് അല്ലെ, ഒരു എന്താ പറയാ, മറ്റുള്ളവരെ മനസ്സിലാക്കാനൊക്കെ ഉള്ള ചിന്താശേഷിയും വിവേകവും ഉള്ള വ്യക്തിയാണ്, അതാണ് അണ്ടർസ്റ്റാൻഡിങ് കൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. ഹെർ ഹെയർ വാസ് ബിഗിനിങ് ടു ടേൺ ഗ്രീൻ അല്ലെ, മുടിയൊക്കെ നരച്ച് വരുന്നുണ്ട്. ആൻഡ് ഹെർ റൗണ്ട് ഫിഗർ വാസ് ലൈക്ലി ടു കംഫർട്ട് ടു എ ഹോം സിക്ക് ചൈൽഡ് അല്ലെ, അവളുടെ ആ ഉരുണ്ട ശരീരം അല്ലെ, ആ റൗണ്ട് പോലത്തെ ശരീരം, അത് ആർക്ക് കംഫർട്ട് ആയിരിക്കും, ഈ ഹോം സ്റ്റിക്ക് ആയിട്ടുള്ള അല്ലെ, എന്ത് ഒരു ഗൃഹാതുരത്വം എക്സ്പെക്ട് ചെയ്യുന്ന കുട്ടികൾ, ഒരു കുട്ടിക്ക് ഒരു ഗൃഹാതുരത്വം ഫീല് അവരുടെ ആ ഒരു ശരീരം കൊണ്ട് കിട്ടുമായിരിക്കും. അതിനുള്ളൊരു ഒരു ഇതാണ് അവർക്കുള്ളത്, ഒരു ഫിസിക്കൽ അപ്പിയറൻസ് ആണ് ഉള്ളത് എന്നാണ് ഉദ്ദേശിച്ചത്. ക്ലിയർ? ഇതില് അവരുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് ആട്ടോ, ഒരു ക്യാരക്ടറിന്റെ ഒരു ചെറിയ ക്യാരക്ടർ സ്കെച്ചും ചെറിയൊരു ഫിസിക്കൽ അപ്പിയറൻസും ആണ് മിസ് ബീമിന്റെ ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. We chatted for a while and when I asked here some questions about her teaching methods which I had heard were simple. Okay, ഞാൻ ഇതിനു മുമ്പ് വളരെ അവളുടെ ടീച്ചിങ് മെത്തേഡിനെ കുറിച്ചൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടീച്ചിങ് രീതിയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ സംസാരിക്കുന്ന ആ വേളയിൽ ഞാൻ അവരോട് എന്ത് ചെയ്തു, അവരുടെ ടീച്ചിങ് മെത്തേഡിനെ കുറിച്ച്, അവരുടെ പഠന രീതിയെ കുറിച്ച് ഞാൻ അവരോട് ചോദ്യങ്ങൾ ചോദിച്ചു. We teach only those things that are simple and useful to pupils, spelling, adding, subtracting, multiplying and writing etc. അപ്പൊ അവർ മറുപടി പറയാണ്, ഞങ്ങൾ ഇവിടെ കുട്ടികളെ പഠിപ്പിക്കുന്ന എല്ലാം വളരെ ലളിതമായിട്ടാണ് ഞങ്ങളെല്ലാം കുട്ടികളെ പഠിപ്പിക്കുന്നത്, സിമ്പിളാണ്, ലളിതമായ രീതിയിലാണ് ഞങ്ങൾ മക്കളെ പഠിപ്പിക്കുന്നത്. അതിൽ എന്തൊക്കെ വരുന്നുണ്ട്, കുട്ടികൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള, മീൻസ് സ്റ്റുഡൻസിന് ഉപകാരപ്രദമായിട്ടുള്ള സ്പെല്ലിംഗ് അല്ലെ,
സ്പെല്ലിംഗ് ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ആഡിങ് പ്ലസ് പഠിപ്പിക്കുന്നുണ്ട്, മൈനസ് പഠിപ്പിക്കുന്നുണ്ട്, ഗുണനവും ഹരണവും പ്ലസും പഠിപ്പിക്കുന്നുണ്ട്, റൈറ്റിംഗ് ഞങ്ങൾ എഴുതാൻ പഠിപ്പിക്കുന്നുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. The rest is done by reading to them. ഇനി ബാക്കി ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കും. അപ്പൊ ഇനി ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ അവർക്ക് വായിച്ചു കൊടുക്കും. ബാക്കിയൊക്കെ ഞങ്ങൾ അവർക്ക് വായിച്ചു കൊടുത്ത് അവർ വായനയിലൂടെ പഠിക്കും. The rest means ബാക്കി കാര്യങ്ങൾ കേട്ടോ. ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ അവർക്ക് വായിച്ചു കൊടുക്കും. ആൻഡ് ഗിവിംഗ് them interesting ടാസ്ക് അല്ലെ, ഇൻട്രസ്റ്റിംഗ് ടാസ്ക് അല്ലെ. ബാക്കിയൊക്കെ വളരെ അടിപൊളിയായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വർക്കുകളിലൂടെയും പ്രാക്ടിക്കൽ ടാസ്കിലൂടെയൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യും അവർക്ക് കൊടുക്കും. അവർക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടാസ്കിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയാണ് ഞങ്ങൾ ബാക്കി കാര്യങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. There are practically no other lessons. അല്ലാതെ ഇവിടെ വേറെ കാര്യമായിട്ട് വേറെ പ്രാക്ടിക്കലി വേറെ ഒന്നും തന്നെ പഠിപ്പിക്കുന്നില്ല. I have heard so much. Yes, ഇതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. About the originality of your system. നിങ്ങളുടെ ഈ ഒരു സിസ്റ്റത്തെ, നിങ്ങളുടെ ഈ ഒരു പഠന സിസ്റ്റത്തിന്റെ ഒരു ഒറിജിനാലിറ്റിയെ കുറിച്ച്, അതിന്റെ ഒരു ഒറിജിനൽ വേർഷനെ കുറിച്ച്, ഇതിന്റെ ഒരു ഫസ്റ്റ് വേർഷനെ കുറിച്ച് എന്നൊക്കെ പറഞ്ഞ പോലെ ഒറിജിനാലിറ്റിയിലെ അവരുടെ സിസ്റ്റത്തിന്റെ ശരിയായ പ്രവർത്തനത്തെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ആൻഡ് മിസ് ബീൻ സ്മൈൽഡ്. മിസ് ബീൻ ചിരിച്ചുകൊണ്ട് പറയാണ്, ഹാ യെസ് ഷീ സെഡ് ഐ എം കമ്മിങ് ടു ദ യെസ്. അതെ അതെ, ഞാൻ അതിലോട്ടാണ് കടക്കാൻ പോകുന്നത്, ഞാൻ അതിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് എന്നൊരർത്ഥത്തിൽ. The real aim of this school is not to teach thoughtful, അല്ലെ, ചിന്തിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതല്ല ഈ സ്കൂളിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. പിന്നെയോ തോട്ട്ഫുൾനെസ് ആണ് അല്ലെ, മറ്റുള്ളവരെ കുറിച്ചുള്ള ചിന്ത. എന്ത്? മറ്റുള്ളവരുടെ പ്രയാസങ്ങളെ കുറിച്ചും അവരുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ചുള്ള ചിന്ത. അതിനാണ് ഈ തോട്ട്ഫുൾനെസ് എന്ന് പറയുന്നത്. ഹ്യൂമാനിറ്റി, മനുഷ്യത്വം, കൈൻഡ്നെസ്, ദയ ആൻഡ് സിറ്റിസൺഷിപ്പ് അല്ലെ, ഒരു മനുഷ്യന്റെ മൗലിക അവകാശങ്ങളും പൗരാവകാശങ്ങളെ കുറിച്ചും ഒരു മനുഷ്യനുണ്ടാകുന്ന മോറൽ അവകാശങ്ങളും ഒക്കെ ഉണ്ട് അല്ലെ. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഡ്യൂട്ടികൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ സ്കൂളിൽ കാര്യമായിട്ട് പഠിപ്പിക്കുന്നത്. ഓക്കെ, ഓർത്തു വെച്ചോണം. തോട്ട്ഫുൾനെസ്, ഹ്യൂമാനിറ്റി, കൈൻഡ്നെസ്, സിറ്റിസൺഷിപ്പ് അല്ലെ. ഈ 4 വേർഡ് ഈ ചാപ്റ്ററിനെ കുറിച്ച് എന്ത് ആക്ടിവിറ്റി വന്നാലും നമുക്ക് എഴുതാൻ കിട്ടേണ്ടി വരും. കാരണം ഇതാണ് ഇതിന്റെ മെയിൻ ഒരു തീം തന്നെ. ഓക്കെ, തീമും ആ സ്കൂളിന്റെ ലക്ഷ്യം അതാണ്. പക്ഷെ ഈ ചാപ്റ്ററിലൂടെ അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്ന തീമും തന്നെയാണ് കേട്ടോ. തോട്ട്ഫുൾനെസ്സും ഹ്യൂമാനിറ്റിയും കൈൻഡ്നെസ്സും സിറ്റിസൺഷിപ്പ് ഒക്കെ ഒരു മനുഷ്യന് എത്രത്തോളം വേണമെന്നും അതൊക്കെയാണ് മനുഷ്യന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. Then that is the ideal I have always had. ഈ ഒരു ഐഡിയ തന്നെയായിരുന്നു എനിക്ക് പണ്ടേ ഉണ്ടായിരുന്നത്. ഇത് തന്നെയായിരുന്നു എന്റെ ചിന്തയിൽ ഓൾറെഡി ഉണ്ടായിരുന്നത്. ഈ ഒരു ഐഡിയ തന്നെയായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. And I happily there are parents good enough to trust me to try and put it into the practice അല്ലെ. എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ ഈ ചിന്തിച്ച ഈ ഒരു ഐഡിയ ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്നെ വിശ്വസിച്ചുകൊണ്ട് അവരുടെ മക്കളെ ഈ ഒരു ഐഡിയയിലോട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സ്കൂളിലോട്ട് വിടുന്നു എന്നുള്ളതും കൂടെയാണ്. And look out of the window a minute, will you? നിങ്ങൾക്ക് കുറച്ചു നേരം ആ ജനലിലൂടെ പുറത്തോട്ടൊന്ന് നോക്കാൻ പറ്റുമോ? ആ ജനലിലൂടെ പുറത്തോട്ടൊന്ന് നോക്കാമോ നിങ്ങൾക്ക് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യാണ് നമ്മുടെ ആള്? ഐ വെന്റ് ടു ദ വിൻഡോ വിച്ച് ലുക്ക്ഡ് ഔട്ട് എ ലാർജ് ഗാർഡൻ ആൻഡ് പ്ലേ ഗ്രൗണ്ട് അറ്റ് ദ ബാക്ക്. അല്ലെ, അദ്ദേഹം ജനലിലൂടെ പുറത്തോട്ട് നോക്കുകയാണ്. അപ്പൊ എന്താ കാണുന്നത്? ഒരു വലിയൊരു പൂന്തോട്ടം കാണുന്നുണ്ട്. അതിന്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു മൈതാനം അല്ലെ, പ്ലേ ഗ്രൗണ്ട് ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ളത്. അതിന്റെ ബാക്കിലായിട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള മുന്നിലൊരു പൂന്തോട്ടവും അതിന്റെ ബാക്കിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ചെറിയ പ്ലേ ഗ്രൗണ്ടും ഉണ്ട്. What do you see? Miss Beans asked. Miss Bean ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് ജനലിലൂടെ കാണുന്നത്? I see some very beautiful ground. ഞാൻ എന്ത് കാണുന്നുണ്ട്? വളരെ മനോഹരമായിട്ടുള്ള ഒരു മൈതാനം അല്ലെ, ഗ്രൗണ്ട് കാണുന്നുണ്ട്. I said. എന്നിട്ട് അദ്ദേഹം പറയാണ്, and a lot of jolly children. ഒരുപാട് സന്തോഷമായിട്ട് കളിക്കുന്ന കുട്ടികളെ കാണുന്നുണ്ട്. But what surprises me? പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്തെന്നാൽ, and pains me too. അതിന്റെ കൂടെ എന്തും കൂടെ കാണുന്നുണ്ട്? കുറച്ച് വേദനാജനകമായിട്ടുള്ള ഒരു കാഴ്ചയും കൂടെ ഞാൻ കാണുന്നുണ്ട്. is that they are not at all healthy and active. അവരെല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ആളുകൾ അല്ലെ, ശാരീരികമായിട്ട് ഫിറ്റ് ആയിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ ഉഷാറായിട്ടുള്ള ആക്റ്റീവ് ആയിട്ടുള്ള ശാരീരികവും മാനസികവുമായിട്ട് ആക്റ്റീവ് ആയിട്ടുള്ള ആളുകളല്ല എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ അതിലൂടെ നോക്കുമ്പോൾ കാണുന്നുണ്ട്. As I came in, I saw one poor little thing being led about because of some trouble with her eyes.
അല്ലെ. എന്താണ്, എന്ത് കാണുമ്പോൾ വളരെ പാവപ്പെട്ട അല്ലെ ഒരു കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, ബിക്കോസ് ഓഫ് സൺ മീ ട്രബിൾ വിത്ത് ഹെർ ഐസ്, കണ്ണുകൾ കാണാൻ കണ്ണിന് കാഴ്ചയില്ലാത്തൊരു കുട്ടി ഇങ്ങനെ നടക്കാൻ ഇങ്ങനെ ബുദ്ധിമുട്ടായിട്ട് പോകുന്നത് അദ്ദേഹം കാണുന്നുണ്ട്. നൗ ഐ ക്യാൻ സീ 2 more, അതിന് കൂടെ ഞാൻ വേറെ 2 പേരെയും കൂടെ കാണുന്നുണ്ട്, ദ സെയിം കണ്ടീഷൻ, അതേ അവസ്ഥയിലുള്ള 2 ആളുകളെ കൂടെ. വൈൽ ദർ ഇസ് എ ഗേൾ വിത്ത് എ ക്രച്ച് ജസ്റ്റ് അണ്ടർ ദ വിൻഡോ വാച്ചിങ് മീ ദ അതർ അറ്റ് ദ പ്ലേ, അല്ലെ. കാലിന് വയ്യാത്തൊരു കുട്ടി ഇങ്ങനെ ഊന്നുവടിയിൽ നിന്നിട്ട് മറ്റുള്ളവർ കളിക്കുന്നത്, ആ ജനലിന്റെ തൊട്ട് താഴത്തായിട്ട് നിന്നിട്ട് മറ്റുള്ളവർ കളിക്കുന്നത് നോക്കി നിൽക്കുന്നതും ഞാൻ കാണുന്നുണ്ട്. ആൻഡ് ഷി സീംസ് ടു ബി ഹോപ്പ്ലെസ് ക്രിബിൾ, അല്ലെ. വളരെ എന്താ പറയാ, പ്രതീക്ഷയില്ലാതെ ഇങ്ങനെ നിൽക്കുമല്ലോ. ഈ മുടന്തന്മാരൊക്കെ കളിക്കാൻ ആഗ്രഹിച്ചിട്ട് ഇങ്ങനെ പ്രതീക്ഷയില്ലാതെ നിൽക്കുമല്ലോ, ആ ഒരു അവസ്ഥയിലാണ് കേട്ടോ. മിസ് ബി ലോഫ്ഡ്, ഇത് പറഞ്ഞപ്പോ മിസ് ബി എന്ത് ചെയ്യാണ്, ചിരിക്കുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാന്ന് നോക്കാം. നോസ് അല്ല, ഒരിക്കലുമല്ല, അല്ലെ. ആ പെൺകുട്ടി ഒരിക്കലും ഭാഗ്യമില്ലാത്തൊരു മുടന്തിയായിട്ടുള്ള പെൺകുട്ടിയല്ല. ഷീ ഈസ് നോട്ട് എ ലൈം റിയലി, അവൾ ശരിക്കും എന്തല്ല, ഒരു മുടന്തിയല്ല. ലൈം മീൻസ് മുടന്തി. ദിസ് ഈസ് ഓൺലി ഹെർ ലൈം ഡേ, അത് അവളുടെ മുടന്തി ദിനമാണ്, അത് അവളുടെ മുടന്തി ദിനം മാത്രമാണ്. നോർ ഓർ ദോസ് അതേഴ്സ് ബ്ലൈൻഡ്, ബാക്കിയുള്ളവരാരും കണ്ണു കാണാത്തവരല്ല. ഇറ്റ് ഈസ് ഓൺലി ദെയർ ബ്ലൈൻഡ് ഡേ, അത് അവരുടെ അന്ധദിനമാണ്. ഐ മസ്റ്റ് ഹാവ് ലുക്ക്ഡ് വെരി മച്ച് അസ്റ്റോണിഷ്ഡ്, ഞാൻ ശരിക്കും തരിച്ചു പോവുകയാണ്, അല്ലെ. ഫോർ ഷീ ലോഫ്ഡ് അഗെയിൻ, അതുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, അവർ വീണ്ടും ചിരിക്കുന്നുണ്ട്, കാരണം ഞാൻ വീണ്ടും ഇങ്ങനെ ഷോക്കായി പോയത് കൊണ്ട്. There you are essential part of our system in a nutshell, അല്ലെ. ഇപ്പൊ അതിന്റെ മൊത്തത്തിലുള്ള അവരുടെ ഒരു നട്ട്ഷെൽ പറഞ്ഞ ഒരു ചുരുങ്ങിയ രൂപമാണ്, അല്ലെ. അപ്പൊ ആ ഒരു ഇതിലൂടെ തന്നെ നോക്കുമ്പോ തന്നെ അവരുടെ സിസ്റ്റത്തിന്റെ ആ വലിയൊരു പഠന രീതി ഉണ്ടല്ലോ അവിടുത്തെ, അതിന്റെ ഒരു ചുരുങ്ങിയ രൂപം അദ്ദേഹത്തിന് അവിടെ തന്നെ കാണാൻ സാധിച്ചു. In order to get these young minds to appreciate and understand the misfortunes, എന്താണ്, ഇവരെ നല്ല ഗുണങ്ങൾ തിരിച്ചറിയാനും, അല്ലെ, അവരുടെ മനസ്സ് എന്തിന് പാകപ്പെടുത്തുകയാണ് മക്കളെ, നല്ല ഗുണങ്ങൾ, മറ്റുള്ളവരുടെ പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങളും അവരുടെ ബുദ്ധിമുട്ടുകളും ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ തിരിച്ചറിയാനും, അണ്ടർസ്റ്റാൻഡ് നിർഭാഗ്യങ്ങളെ അവർക്ക് മനസ്സിലാക്കാനും ഇതിലൂടെ സാധിക്കും. ഓക്കെ, വി മേക്ക് ദം ഷെയർ ഇൻ മിസ്ഫോർച്യൂൺസ് ടു, അവരെന്തുകൂടെ ചെയ്യുന്നുണ്ട്, നിർഭാഗ്യങ്ങൾ അവർ പരസ്പരം ഷെയർ ചെയ്യുന്നുണ്ട്, അല്ലെ. അവരുടെ ബുദ്ധിമുട്ടുകൾ അവർ പരസ്പരം ഷെയർ ചെയ്യുന്നുണ്ട്. ഇൻ ദ കോഴ്സസ് ഓഫ് the term every child has one blind day, ഈ കോഴ്സിൽ എല്ലാ കുട്ടിക്കും ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട് ഒരു ബ്ലൈൻഡ് ഡേ, ഒരു എന്താ ഒരു അന്ധദിനം, 1 lame day, ഒരു മുടന്ത ദിനം, 1 deaf day, ഒരു എന്താ പറയാ ഒരു ബധിര ദിനം, ആൻഡ് 1 dumb day, ഒരു മൂക ദിനം, അല്ലെ. ഒരു സംസാരിക്കാൻ കഴിയാത്ത ദിവസം, ഒരു ചെവി കേൾക്കാൻ കഴിയാത്ത ദിവസം, ഇങ്ങനെയുള്ള എല്ലാ കുട്ടിക്കും ഇങ്ങനെ ഓരോ ദിവസങ്ങൾ വരും. ഡ്യൂറിങ് ദ ബ്ലൈൻഡ് ഡേ, ഇനി കണ്ണ് കാണാത്ത ദിവസങ്ങളിൽ their eyes are bandaged, അവരുടെ കണ്ണുകൾ എന്ത് ചെയ്യും, കെട്ടും, ബാൻഡേജ് കെട്ടിവെക്കും. ഓക്കെ, ആൻഡ് കണ്ണിങ്ങനെ കെട്ടിവെക്കുക, ബാൻഡേജ് ചെയ്യാൻ അങ്ങനെ അടച്ചു വെക്കുക. ആൻഡ് ഇറ്റ് ഈസ് എ പോയിന്റ് ഓഫ് ദ ഹോണർ നോട്ട് ടു പി, ഒരു ചെറിയ സുഷിരം പോലും അവർക്ക് ഒളിഞ്ഞു നോക്കാൻ കാണാത്ത വിധത്തിൽ. ഓക്കെ, ദ ബാൻഡേജ് ഈസ് പുട്ട് ഓൺ ഓവർ നൈറ്റ്, അല്ലെ. രാത്രിയും ഈ ബാൻഡേജ് അവർ ഊരില്ല, രാത്രി മുഴുവൻ ഉണ്ടാവും. ഓക്കെ, ആൻഡ് ദേ വോക്ക് അപ്പ് ഇൻ ബ്ലൈൻഡ്, അതുകൊണ്ട് തന്നെ അവർ രാവിലെ എണീക്കുമ്പോൾ എന്തായിരിക്കും, കണ്ണ് കാണാത്തവരായിട്ട് തന്നെയാണ് എണീക്കുക, അല്ലെ. രാത്രി അത് ഊരി മാറ്റമൊന്നുമില്ല. ഓക്കെ, ദിസ് മീൻസ് ദാറ്റ് ദേ നീഡ് ദ അസിസ്റ്റൻസ് ഇൻ എവറിത്തിങ്, അതുകൊണ്ട് ഇതിനെന്താ മനസ്സിലാക്കേണ്ടത്, അവർക്ക് എല്ലാ കാര്യത്തിനും എന്ത് വേണ്ടി വരും, മറ്റൊരാളുടെ സപ്പോർട്ട് വേണ്ടി വരും, ഒരു അസിസ്റ്റൻസിന്റെ സപ്പോർട്ട് വേണ്ടി വരും. ആൻഡ് അതർ ചിൽഡ്രൻസ് ആർ ടോൾഡ് ടു ഹെൽപ്പ് ദം ആൻഡ് ലെറ്റ് ദം അബൌട്ട്, അല്ലെ. മറ്റു കുട്ടികൾ അവർക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് സഹായിച്ച് അവരെ മുന്നോട്ട് നയിക്കും. ഇറ്റ് ഈസ് എഡ്യൂക്കേറ്റഡ് ടു ബോത്ത് ഓഫ് ദം, ഇത് 2 പേർക്കും കൂടെ ഇതിൽ നിന്നും അറിവ് ലഭിക്കുന്നുണ്ട്, 2 പേർക്കും ഇതിൽ ഒരു പ്രബോധനം ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിൽ നിന്നും അറിവ് ലഭിക്കുന്നുണ്ട്. ദ ബ്ലൈൻഡ് ആൻഡ് ദ ഹെൽപ്പേഴ്സ്, കണ്ണ് കെട്ടിയ കുട്ടിക്കും അതേപോലെ അവന് ആ കണ്ണ് കെട്ടിയ ആളെ സഹായിക്കുന്ന വ്യക്തിക്കും ഇതിലൂടെ എന്ത് ലഭിക്കുന്നുണ്ട്, അറിവ് ലഭിക്കുന്നുണ്ട്. ക്ലിയർ? എവരിവൺ ഈസ് വെരി കൈൻഡ്, എല്ലാവരും വളരെ ദയാലുക്കളായിട്ടുള്ള ആളുകളാണ്. മിസ് ബീങ് കണ്ടിന്യൂ, എന്നിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ട് തുടരുകയാണ്. ആൻഡ് ഇറ്റ് റിയലി സംതിങ് ഓഫ് എ ജോക്ക്, ഇത് ശരിക്കും ഒരു തമാശയാണ്, അല്ലെ. ഇതിങ്ങനെ കാണുമ്പോൾ തമാശയാണ്. ഓൾദോ ഓഫ് കോഴ്സ്, എന്നിരുന്നാൽ പോലും തീർച്ചയായും ബിഫോർ ദ ഡേ ഈസ് ഓവർ ദ റിയാലിറ്റി ഓഫ് ദ ഡിസേബിലിറ്റി ബിക്കംസ്
ക്ലിയർ, ഈവൻ ടു ദ ലാസ്റ്റ് തോട്ട്ഫുൾ. ചെറിയ ചിന്തയുള്ള ആളുകളെ സംബന്ധിച്ചിടത്താൽ പോലും ഈ ദിവസം കഴിയുമ്പോൾ ഈ കഴിവില്ലായ്മയെ കുറിച്ചുള്ള ഈ ഒരു അവർക്ക് എന്ത് ലഭിക്കും, അതിനെക്കുറിച്ചുള്ള ഒരു വലിയ പിക്ചർ, ഒരു വലിയ ഒരു റിയാലിറ്റി അവരിലൂടെ കിട്ടും. അവർക്ക് അതിനെക്കുറിച്ച് ആ ദിവസം കഴിയുന്നതോടുകൂടി ചെറിയ ചിന്തയുള്ള വ്യക്തിയിലാണെങ്കിൽ പോലും അവർക്ക് ആ ദിവസത്തെ കുറിച്ച് എന്ത് ചെയ്യാം, ഒരു വലിയ എക്സ്പീരിയൻസ് ആണ് അതിലൂടെ, വലിയ റിയാലിറ്റിയാണ് അവർ അതിലൂടെ തിരിച്ചറിയുന്നത്. The blind days of course really worst. ഏറ്റവും ഭയാനകരമായിട്ടുള്ള അങ്ങേയറ്റം വേഴ്സ്റ്റ് ആയിട്ടുള്ള ഭയാനകരമായിട്ടുള്ള ഒരു ദിവസം എന്ന് പറയുന്നത് ശരിക്കും ബ്ലൈൻഡ് ഡേ തന്നെയാണ്, അന്ധദിനം തന്നെയാണ്. But some of the children tell me that the dumb day is the most frightening. പക്ഷെ ചില കുട്ടികൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഡംബ് ഡേ അല്ലെ, സംസാരിക്കാൻ കഴിയാത്ത മൂകദിനമാണ് അവർക്ക് വളരെയധികം ഭയാനകരമായിട്ടുള്ളത് എന്ന് ചില കുട്ടികൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. There of course, അതെ തീർച്ചയായിട്ടും the children must use willpower only because the mouth is not bandaged അല്ലേ. വായ ശരിക്കും അങ്ങനെ കണ്ണ് കെട്ടുന്ന മാതിരി കിട്ടൂലല്ലോ. അപ്പൊ വായ ഉണ്ടായിട്ട് അത് ബാൻഡേജ് ചെയ്യാതെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിന് അത് വേറൊരു വിൽ പവർ വേണം. വായിന്ന് സംസാരിക്കാതെ ഇരിക്കണല്ലോ. അപ്പൊ അതെന്താണ്, അതിന് നല്ലൊരു മനഃശക്തി തന്നെ ആവശ്യമുണ്ട്. But come down into the garden, see for yourself how the children like it. അല്ലേ, താഴോട്ട് വന്നിട്ട് ആ ഗാർഡനിലോട്ട് പോയിട്ട് നോക്കൂ, എൻ്റെ മക്കള് ഇവിടുത്തെ കുട്ടികൾ അത് എത്രത്തോളം ആസ്വദിച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത്, അവരെത്രത്തോളം ഇത് ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് വന്ന് നോക്കൂ എന്നാണ് പറയുന്നത്. മിസ് ബീം ലെഡ് മീ ടു വൺ ഓഫ് ദ ബാൻഡേജ്ഡ് ഗേൾ. ഒരു കണ്ണ് കെട്ടിയ ഒരു കുട്ടിയുടെ അടുത്തേക്ക് മിസ് ബീം എന്നെ കൊണ്ടുപോയി. ആൻഡ് എ ലിറ്റിൽ മെറി തിങ് അല്ലെ, വളരെ സുന്ദരമായിട്ടുള്ള ഒരു വസ്തുവിന്റെ അടുത്തേക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ആ കണ്ണ് കെട്ടിയ വളരെ മനോഹരമായിട്ടുള്ള ഒരു കുട്ടി. Here is a gentleman come to talk to you, said Miss Bean and left us. അല്ലെ, ഇവിടെ ഇതാ നിന്നോടൊരു ജെന്റിൽമാൻ സംസാരിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ ആളെ നിർത്തിയിട്ട് മിസ് ബീം അങ്ങോട്ട് അവിടെ നിന്നും പോയി. ഓക്കെ, Don't you ever peep? I asked. ഓക്കെ, വന്നുടനെ ഇയാൾ എന്ത് ചെയ്യും, നീ എന്തെങ്കിലും ഒളിഞ്ഞു നോക്കിയിട്ടുണ്ടോ എന്നാണ് അദ്ദേഹം ആദ്യം ചോദിച്ചത്. ബൈ വേ ഓഫ് ആൻ ഓപ്പണിംഗ്, എന്തെങ്കിലും ഒരു അവസരം കിട്ടിയപ്പോ എങ്ങനെയെങ്കിലും ഒക്കെ ചെറുതായിട്ടെങ്കിലും എന്തെങ്കിലും വഴിയിലൂടെ നീ ഒളിഞ്ഞു നോക്കിയിട്ടുണ്ടെന്നാ ചോദിച്ചത്. ഹോ നോ, ഷീ എക്സ്ക്ലെയിംഡ്. ആ ചോദ്യം തന്നെ അവൾക്ക് അത്ഭുതമായിട്ടാ തോന്നിയത്. വളരെ അതിശയത്തോടു കൂടി അവൾ പറയാണ്, ഇല്ല ഒരിക്കലും ചെയ്തിട്ടില്ല. ഓക്കെ, ദാറ്റ് വുഡ് ബി ചീറ്റിംഗ്. അതെന്താവും, അതൊരു ചീറ്റിംഗ് ആയിരിക്കും, അതൊരു വഞ്ചന ആയിരിക്കും. ബട്ട് ഐ ഹാഡ് നോ ഐഡിയ ഇറ്റ് വാസ് സോ ഓഫുൾ ടു ബി ബ്ലൈൻഡ്. പക്ഷെ എനിക്കറിയാം എന്താണ് ഈ ബ്ലൈൻഡ് ആയിരിക്കുക എന്നുള്ളത് വളരെ ദാരുണവും വളരെ ബുദ്ധിമുട്ടേറിയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് എനിക്ക് അത്ര അറിയില്ലായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, യു ക്യാൻ സീ എ തിങ്സ്, ഒന്നും തന്നെ കാണാതിരിക്കുന്ന അവസ്ഥ. വൺ ഫീൽസ് വൺ ഈസ് ഗോയിങ് ടു ബി ഹിറ്റ് ബൈ സംതിങ് എവരി മൊമെന്റ്. ഓരോ മൊമെന്റിലും ഓരോ നിമിഷത്തിലും എന്തോ വലുതായിട്ടുള്ള എന്തോ ഒരു വസ്തു നമ്മളെ ഇടിക്കാൻ വരുന്നത് പോലെ നമുക്ക് തോന്നും. സിറ്റിംഗ് ഡൗൺ ഇസ് സച്ച് എ റിലീഫ്. ഇരിക്കാൻ പറ്റുന്നത്, എവിടെയും പോയി ഇരിക്കുമ്പോഴാണ് ചെറിയൊരു ആശ്വാസം നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, ആർ യുവർ ഗൈഡ്സ് കൈൻഡ് ടു യു? ഓക്കെ, നിന്നെ സഹായിക്കുന്ന ആള്, നിന്നെ ഇങ്ങനെ കൊണ്ടുപോയി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകാൻ സഹായിക്കുന്നവരുണ്ടല്ലോ, അവര് വളരെ നല്ല ദയുള്ള വ്യക്തികളാണോ എന്നാണ് ചോദ്യം. ഐ ആസ്ക്ഡ് പ്രെറ്റി ഗുഡ്. ഓക്കെ, അവര് വളരെ നല്ല ആളുകൾ തന്നെയാണ്. നോട്ട് ആസ് കെയർഫുൾ ആസ് ഐ ഷാൽ ബി വെൻ ഇറ്റ് ഈസ് മൈ ടേൺ. എന്റെ അവസരം വരുമ്പോൾ ഞാൻ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം എന്നല്ലെങ്കിൽ പോലും അവരെന്താണ്, നല്ലവർ തന്നെയാണ്. Those that I have been blind already are the best. അല്ലെ, എന്താണ്, ഞാൻ ഓൾറെഡി ബ്ലൈൻഡ് ആയിട്ടുള്ള ആ ദിവസങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇതെന്താണ്, ബെസ്റ്റ് ആണ്. ഇറ്റ് ഈസ് എ ടെറിബിൾ നോട്ട് ടു സീ. കാണാൻ കഴിയാതിരിക്കുക എന്ന് പറയുന്നത് വളരെ ഭയാനകരമായിട്ടുള്ള ഒന്നാണ്. ഐ വിഷ് യു വുഡ് ട്രൈ. നിങ്ങൾക്കിത് ശ്രമിക്കണമെന്നുണ്ടോ, നിങ്ങൾക്ക് ഇങ്ങനെ ശ്രമിക്കണമോ എന്ന് ചോദിക്കുകയാണ്. ഷാൽ ഐ ലെഡ് യു എനിവർ? ഐ ആസ്ക്ഡ്. ഞാൻ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയിക്കോട്ടെ, ഞാൻ നിങ്ങളെ മുന്നോട്ട് നടക്കാൻ സഹായിച്ചോട്ടെ എന്ന് അദ്ദേഹം ആ പെൺകുട്ടിയോട് ചോദിക്കുകയാണ്. ഹോ യെസ്, തീർച്ചയായും, ഷീ സെഡ്. അവൾ പറഞ്ഞു. ലെറ്റ്സ് ഗോ ഫോർ എ ലിറ്റിൽ വോക്ക്. നമുക്ക് കുറച്ച് നടക്കാം. ഓൺലി യു മസ്റ്റ് ടെൽ മീ അബൌട്ട് തിങ്സ്. നിങ്ങൾ എനിക്ക് അവിടെയുള്ള വസ്തുക്കളെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നാൽ മതി. ഐ ഷാൽ ബി സോ ഗ്ലാഡ് വെൻ ടുഡേ ഇസ് ഓവർ. ഇന്നത്തെ ദിവസം കഴിയുമ്പോൾ ഞാൻ വളരെ ഹാപ്പി ആയിരിക്കും. ദ അതർ ബാഡ് ഡേയ്സ് കാൻ ബി ഹാഫ് ആസ് ബാഡ് ആസ് ദിസ്. അല്ലെ, മറ്റു ദിവസങ്ങൾ ഇത്രത്തോളം മോശമാകണമെന്നില്ല. ഹാവിങ് എ ലെഗ് ടൈഡ് അപ്പ് ആൻഡ് ഹോപ്പിംഗ് അബൌട്ട് ഓൺ എ ക്രഞ്ച് ഈസ് ഓൾമോസ്റ്റ് ഫൺ. അല്ലെ,
കാലൊക്കെ ഇങ്ങനെ കെട്ടിവെച്ചിട്ട് ഇങ്ങനെ ചാടി ചാടി ആ ഒരു ഊന്നുവടി ഉണ്ടല്ലോ അല്ലെ, കാല് മുടന്തിയായിട്ടുള്ള ആളുകളുടെ ചാടി ചാടി പോകുന്നത്, അത് എന്ത് ചെയ്യാണ്, അത് ഒന്നും കൂടെ ഒക്കെ ഫണ്ണാണെന്നാണ് പറയുന്നത്. ഐ ഗേസ്, ഞാൻ ഊഹിക്കുന്നത് എന്താ വെച്ചാൽ അതായിരിക്കും ഇതിലാറ് ഒന്നും കൂടെ ഒക്കെ രസം എന്നാണ്. ഹാവിങ് ആൻ ആം ടൈഡ് അപ്പ് ഈസ് എ ലിറ്റിൽ മോർ ട്രബിൾസം, കൈകൾ മുകളിലോട്ട് കെട്ടി വെച്ചിട്ടുള്ളത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് എന്നാണ് പറയുന്നത്. ബിക്കോസ് യു ഹാവ് ടു ഗെറ്റ് യുവർ ഫുഡ് കപ്പ് അപ്പ് യു ആൻഡ് സോ ഓൺ അല്ലേ. ഭക്ഷണം കഴിക്കാൻ പോലും നമ്മൾ എന്ത് ചെയ്യാണ്, മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ വരും. നമ്മൾ ഭക്ഷണത്തിന് പോലും നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ബട്ട് ഇറ്റ് ഡസൻ റിയലി മാറ്റർ, പക്ഷെ എന്താണ്, ഇതൊരു മാറ്റർ അല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, പക്ഷെ ഇതൊന്നും എന്തല്ല, വലിയൊരു സീരിയസ് ആയിട്ടുള്ള സംഭവമല്ല. ആൻഡ് ആസ് ഫോർ ബീങ് ഡെഫ് ഫോർ എ ഡേ, അല്ലെ, എന്താണ്, എന്തുപോലെ ചെവി കേൾക്കാതെ നിൽക്കുന്ന ഒരു ദിവസം ഉണ്ടല്ലോ, അത് അത്ര വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഐ ഷാൻ മൈൻഡ് ദാറ്റ് അറ്റ്ലീസ്റ്റ്, അല്ലെ, നോട്ട് മച്ച്. അതാ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്രത്തോളം വലിയൊരു പരിഗണന ഞാൻ അതിന് കൊടുക്കുന്നില്ല. ബട്ട് ബീങ് ബ്ലൈൻഡ് ഇസ് സോ ഫ്രൈറ്റനിങ്, പക്ഷെ കണ്ണ് കാണാതിരിക്കുക എന്ന് പറയുന്നത് വളരെ ഭയാനകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. മൈ ഹെഡ് ഏക്സ് ഓൾ ദ ടൈം, എനിക്ക് തലവേദന എടുക്കുകയാണ് ഫുൾ ടൈം. ആൻഡ് ജസ്റ്റ് ഫ്രം അവോയ്ഡിങ് തിങ്സ് ദാറ്റ് പ്രോബബ്ലി ആർ, ശരിക്കും അവിടെ ഉള്ള വസ്തുക്കളെ, നമ്മൾ യഥാർത്ഥത്തിലുള്ള വസ്തുക്കളെ കണ്ടില്ലെന്ന് നടിച്ച് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. വേർ ആർ വി നൗ ഇൻ ദ പ്ലേ ഗ്രൗണ്ട്, അല്ലെ, നമ്മളിപ്പോ എവിടെയാണ്, നമ്മളിപ്പോ എന്താണ്, പ്ലേ ഗ്രൗണ്ടിൽ ആണോ എന്നാണ് ചോദിക്കുന്നത്. ഐ സെഡ് ഗോയിങ് ടുവേർഡ്സ് ഹൗസ്, നമ്മൾ എങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്, വീട്ടിലോട്ട് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാണ്. മിസ് ബീം ഈസ് വാക്കിംഗ് അപ്പ് ആൻഡ് ഡൗൺ ദ ടെറസ് വിത്ത് എ ടോൾ ഗേൾ. മിസ് ബീം എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, താഴെ ടെറസിന്റെ അവിടെ ആയിട്ട് ഒരു പെൺകുട്ടിയുടെ കൂടെ, നീളമുള്ള ഒരു പെൺകുട്ടിയുടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. വാട്ട് ഹാസ് ദ ഗേൾ ഗോട്ട് ഓൺ, അപ്പൊ ഇത് ചോദിക്കുകയാണ്, അതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ചോദിക്കുകയാണ്, ആ പെൺകുട്ടി എന്താണ് ധരിച്ചിട്ടുള്ളത്, ആ പെൺകുട്ടി എന്ത് ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത്. മൈ കമ്പാനിയൻ ആസ്ക്ഡ് മീ, കൂടെയുള്ള വ്യക്തി ചോദിക്കും. എ ബ്ലൂ സ്കേർട്ട് ആൻഡ് എ പിങ്ക് ബ്ലൗസ്, ഒരു ബ്ലൂ സ്കേർട്ടും അതുപോലെ പിങ്ക് കളറിലുള്ള ബ്ലൗസും ആണ് ഇട്ടിട്ടുള്ളത്. ഐ തിങ്ക് ഇറ്റ്സ് മില്ലി, ഞാൻ വിചാരിക്കുന്നു അത് മിലിയാണ് എന്ന്. ഷീ സെഡ്, അവൾ പറയാണ്, വാട്ട് കളർ ഇസ് ഹെർ ഹെയർ, അവളുടെ മുടിയുടെ കളർ എന്താണ്. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു കൊടുത്തു, വെരി ലൈറ്റ്. ഐ സെഡ്, ഞാൻ എന്ത് മറുപടിയാ പറഞ്ഞത്, വളരെ ലൈറ്റ് ആയിട്ടുള്ള കളർ. അത് പറഞ്ഞാൽ എന്ത് മക്കളെ, ഒരു ബ്ലാക്ക് കളർ അല്ല, നമ്മളൊരു ചെമ്പൻ മുടിയുടെ നിറമൊക്കെ ഉണ്ടല്ലോ, ഒരു റെഡിഷൊക്കെ നിറത്തിൽ വരുന്ന, ഒരു ബ്രൗണും റെഡൊക്കെ പാടെ കൂടിയിട്ടുള്ള നിറം ഉണ്ടല്ലോ, ചെമ്പൻ കളർ, ആ ഒരു കളർ. യെസ്, ദാറ്റ്സ് മില്ലി. അപ്പൊ ഉറപ്പിച്ച് പറയണ, അതെ അത് മില്ലി തന്നെയാണ്. ഷീ ഈസ് എ ഹെഡ് ഗേൾ, അവളാണ് ഏറ്റവും ഉന്നത സ്ഥാനത്തിലുള്ള ഒരു കുട്ടി എന്നൊക്കെ പറയില്ല. ഷീ ഈസ് വെരി ഡീസെന്റ്, വളരെ ഡീസെന്റ് ആയിട്ടുള്ളൊരു പെൺകുട്ടിയാണ്. ദർ ഈസ് ആൻ ഓൾഡ് മാൻ ട്രൈയിങ് അപ്പ് റോസസ്, അവിടെ ഒരു വയസ്സായിട്ടുള്ള ആള് റോസാ ചെടികളൊക്കെ ഇങ്ങനെ ഒതുക്കി വെക്കുന്നുണ്ട്. യെസ്, ദാറ്റ്സ് പീറ്റർ, അത് ആരാണ്, അത് പെറ്റർ ആണ്, അല്ലെങ്കിൽ പീറ്റർ ആണെന്നും വായിക്കാട്ടോ. അത് ആരാണ്, പീറ്റർ ആണ്. ഹീസ് ദ ഗാർഡനർ, ഇവിടുത്തെ തോട്ടപ്പണിക്കാരനാണ് അല്ലെ. ഹീസ് എ ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ് ഓൾഡ്, 100 വയസ്സ് പ്രായമുണ്ട്. ആൻഡ് ഹിയർ കംസ് എ ഡാർക്ക് ഗേൾ ഇൻ റെഡ്, അതുപോലെ റെഡിലൊരു ഡാർക്ക് ഗേള് അതുപോലെ അങ്ങോട്ട് കയറി വന്നു. ഓൺ ക്രച്ചസ്, അങ്ങനെ അവളിങ്ങനെ ക്രച്ചസിലാണ് അല്ലേ വന്നിട്ടുള്ളത്, ഇങ്ങനെ ഊന്നുവടി ഉപയോഗിച്ചാണ് വന്നിട്ടുള്ളത്. യെസ്, ഷീ സെഡ് ദാറ്റ്സ് ബെറിൽ, അത് ആരാണ്, അത് ബെറിൽ ആണെന്നാണ് അവൾ പറഞ്ഞത്. ഓരോ രൂപം പറഞ്ഞു കൊടുക്കുമ്പോഴത്തേനും അവളിങ്ങനെ ഉത്തരം പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നുണ്ട്. And so we walked on and guiding this girl about, I discovered that I was many times more thoughtful already than usual. അങ്ങനെ ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ കൂടെ അവർക്കൊരു ഗൈഡായിട്ട് സഹായിയായിട്ട് ഞാനിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി, ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ഒരുപാട് കൂടുതൽ ചിന്തിക്കുന്നു. എന്നും ചിന്തിക്കുന്നതിനാൽ കൂടുതൽ ഞാൻ എല്ലാത്തിനെയും കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നു. ഓൾറെഡി ദാൻ ദ യൂഷ്വൽ, സാധാരണ ഞാൻ ചിന്തിക്കുന്നതിനേക്കാൾ മറ്റുള്ളവരെ കുറിച്ചോ മറ്റു വസ്തുക്കളെ കുറിച്ചോ മറ്റു കാര്യങ്ങളെ കുറിച്ചോ ഞാൻ സാധാരണ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ഇന്ന് ചിന്തിക്കുന്നു എന്ന് എനിക്ക് അദ്ദേഹത്തിന്, നമ്മുടെ റൈറ്റർക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോൾ മനസ്സിലാവുകയാണ്. I also realized that having to describe the surroundings to another make them more interesting. അത് മാത്രമല്ല ഒരു കാര്യം കൂടെ എനിക്ക് മനസ്സിലാവാണ്, ചുറ്റുമുള്ള കാര്യങ്ങൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ.
ആൻഡ് വെൻ മിസ് ബീൻ കെയിം ടു റിലീസ് മീ അല്ലെ, മിസ് ബീൻ എന്നെ യാത്രയാക്കാൻ വേണ്ടി വന്നപ്പോൾ അല്ലെ, മിസ് ബീൻ എന്നെ യാത്രയാക്കാൻ വേണ്ടി വന്നപ്പോൾ ഐ വാസ് സോറി ടു ഗോ, എനിക്ക് പോവാൻ ഒരു താല്പര്യമില്ലായിരുന്നു, എനിക്ക് സോറി ഇവിടെ വിഷമം തോന്നി അല്ലെ, ഒരു താല്പര്യമില്ലായ്മ തോന്നി, എനിക്ക് പോവാന് ഒരു ഇഷ്ടവും ഉണ്ടായിരുന്നില്ല. I walked back to town murmuring incorrectly as over the lines അല്ലെ, ഞാൻ ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ മനസ്സിൽ താല്പര്യമൊന്നുമില്ലല്ലോ, അപ്പൊ ഇങ്ങനെ പിറുപിറുത്തുകൊണ്ട് ഞാൻ ഇങ്ങനെ മടങ്ങുകയാണ് ടൗണിലോട്ട്. എന്ത് പറഞ്ഞുകൊണ്ടാണ്? Can I see another woe and not share their sorrow too? എനിക്ക് മറ്റുള്ളവരുടെ വിഷമങ്ങളും അവരുടെ ബുദ്ധിമുട്ടുകളും അവരുടെ വോവ്സ് അല്ലെ, ഐ മീൻ അവരുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെ ഇടങ്ങേറുകളൊക്കെ ഉണ്ടല്ലോ, അതെനിക്ക് കാണാൻ സാധിച്ചോ, അതെനിക്ക് അവരുമായിട്ട് ഷെയർ ചെയ്യാൻ, അവർക്ക് എന്നോടും എനിക്ക് അവരുടെ ബുദ്ധിമുട്ടുകളിൽ ഇടപെടാൻ അതിലെനിക്ക് ഷെയറിങ്ങിന് സാധിച്ചോ, എനിക്കത് യഥാർത്ഥത്തിൽ അവരുടെ ബുദ്ധിമുട്ടുകളും ദുരന്തങ്ങളും കാണാൻ എനിക്ക് സാധിച്ചോ എന്നുള്ളത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, നോ നെവർ കാൻ ഇറ്റ് ബി, നെവർ ക്യാൻ ഇറ്റ് ബി, ഇല്ല, ഒരിക്കലുമില്ല, എനിക്കതിന് ഒരിക്കലും സാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹത്തിന് അവരുടെ അത്രത്തോളം എക്സ്പീരിയൻസ് ആവാനായിട്ടില്ല, കാരണം അദ്ദേഹം കണ്ണുകെട്ടി മുഖനായിട്ടൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അദ്ദേഹം അത്രത്തോളം അവർക്ക് കിട്ടിയിട്ടില്ല, ലേണിങ്ങിന്റെ അത്രത്തോളം കിട്ടിയിട്ടില്ല എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോ ഒരിക്കലുമില്ല, എനിക്ക് ഒരിക്കലും തന്നെ അത്രത്തോളം ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുകയാണ് കേട്ടോ. അപ്പൊ ഇത്രയുമാണ് ചാപ്റ്ററിൽ അല്ലെ, വളരെ ഒരു എന്താ പറയാ മനോഹരമായിട്ടുള്ള സ്റ്റോറി അല്ലെ, മനോഹരമായിട്ടുള്ള ഒരു സിമ്പിൾ സ്റ്റോറി അല്ലെ. അപ്പൊ ഇത് നമ്മൾ കേട്ടുമ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നും അല്ലെ, ഇങ്ങനെയൊക്കെ സ്കൂൾ ഉണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയാലോ. നിങ്ങളൊരു 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ നിങ്ങളൊന്ന് കണ്ണൊക്കെ കെട്ടിയിട്ടൊന്ന് നടന്നു നോക്കിയേ, അപ്പൊ മനസ്സിലാവും നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് എന്താ. ഇങ്ങനെയുള്ള സ്കൂളിലൊക്കെ പഠിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും മറ്റൊരാളോട് മോശമായിട്ടോ ക്രൂരമായിട്ടോ പെരുമാറാൻ സാധിക്കില്ല. കാരണം അവര് ലേണിംഗ് ചെയ്യുന്നത് വേറൊരു ലെവലിലായിരിക്കും, നമ്മളെ പോലെയല്ല അല്ലെ. എല്ലാവരുടെയും പരിമിതികളും ബുദ്ധിമുട്ടുകളും ലോകത്തിലുള്ള മനോഹരമായ കാഴ്ചകൾ കാണാൻ കഴിയാത്തവരുടെയും കേൾക്കാൻ കഴിയാത്തവരുടെയും കഴിയും കാലില്ലാത്തവരുടെ ഒക്കെ ബുദ്ധിമുട്ടുകൾ അവരറിയാൻ, അത് സ്വയം എക്സ്പീരിയൻസ് ചെയ്യാണ് അല്ലെ. സിമ്പതിയല്ല, എമ്പതിയാണ് വരുന്നത് അല്ലെ. അതും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ സ്വയം എക്സ്പീരിയൻസ് ചെയ്ത് മറ്റൊരാളെ നോക്കിയിട്ട് നമ്മൾ പാവെന്ന് പറയുന്നതും നമ്മളത് അനുഭവിക്കുമ്പോൾ വരുന്ന വ്യത്യാസം വേറെ തന്നെയാണ് അല്ലെ. അപ്പൊ അവർക്ക് കിട്ടുന്ന നോളജ് അത് വേറെ ലെവൽ തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻ ആൻസറുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.